നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഏവർക്കും ഉണ്ടാകണം എന്നില്ല. പലപ്പോഴും അത്തരം കാര്യങ്ങൾ തെറ്റിപ്പോകും എന്നതാണ് വാസ്തവം. അതിനാൽ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യങ്ങളെപ്പോലും മുൻകൂട്ടി മനസ്സിലാക്കുവാൻ ഏവർക്കും സാധിക്കണം എന്നില്ല. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെ മുൻകൂട്ടി തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം അയോധ്യ ക്ഷേത്രത്തിൻ്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം മഹാദേവന്റെ ഏറ്റവും വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ കാശി ക്ഷേത്രത്തിൻ്റെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ശ്രീരാമസ്വാമി കുടികൊള്ളുന്ന അയോധ്യയോ അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവൻ കുടികൊള്ളുന്ന കാശിയോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനായി ഏവരും ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഈ 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ക്ഷേത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി കമൻറ്റ് ബോക്സിൽ ഹരേ രാമ എന്നോ ശ്രീരാമജയമെന്നോ ഓം നമഃശിവായ എന്നോ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ ജന്മസ്ഥാനമായ അയോധ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതകരമായ കാര്യങ്ങൾ സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ കടാക്ഷത്താൽ തന്നെ വന്നു ഭവിക്കും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് സ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ്, അഥവാ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായ ചില കാര്യങ്ങൾ അനുകൂലമായി മാറുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. തൊഴിൽപരമായ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായുള്ള ശ്രമങ്ങൾ ഈ സമയം നടത്തുകയാണ് എങ്കിൽ, അത് ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് അനുകൂലമായി തീരും. എന്നാൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിലും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ പോലും ശ്രമങ്ങൾ നടത്തേണ്ടതാകുന്നു. അതിന് സാധിക്കുന്നില്ല എങ്കിൽ, അതായത് ശ്രമിച്ചും നടക്കുന്നില്ല എങ്കിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദേശത്തേക്ക് ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാം. ഇഷ്ടവിവാഹം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടവിവാഹം നടക്കും എന്ന് തന്നെ പറയാം. തൊഴിൽപരമായ തടസ്സങ്ങൾ, തൊഴിൽപരമായ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറും എന്ന് തന്നെ പറയാം. പുതിയ തൊഴിൽ അവസരങ്ങൾ, ജീവിതത്തിലേക്ക് രക്ഷപ്പെടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. എന്നാൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കൂ, അല്ലെങ്കിൽ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിചാരിച്ച കാര്യം നടക്കുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു അവസരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ആഗ്രഹം നടന്നില്ല എങ്കിൽ അത് 3 മാസം
കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ആ സമയത്തിനുള്ളിലോ നടക്കാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അല്പം കാത്തിരിക്കേണ്ടതായി വരാം. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തർക്കങ്ങൾ ആരെങ്കിലുമായി നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാം. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കർമ്മരംഗത്ത് ഉയർച്ചയോടൊപ്പം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ അത് അമൂല്യമായതോ അല്ലാത്ത കാര്യങ്ങളോ ആണ് എങ്കിൽ പോലും അത് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവൻ കുടികൊള്ളുന്ന കാശി ക്ഷേത്രമാണ്, മഹാക്ഷേത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചില പ്രയാസകരമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഭഗവാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകറ്റുകയും സുഖകരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതുമാകുന്നു. നിങ്ങൾ ഉമാ മഹേശ്വരന്മാരെ ആരാധിക്കേണ്ടതാകുന്നു. ഭഗവാന്മാരെ അഥവാ ഉമാ മഹേശ്വരന്മാരെ ആരാധിച്ച് പാർവതി ദേവിയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ഭവിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാണ് ഈ സമയം. ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം. ഇഷ്ടവിവാഹം തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ, പ്രതിബന്ധങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് ഇഷ്ടവിവാഹം തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സൽസന്താന യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന മഹാസൗഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. സൽസന്താനത്തെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സ്ഥിതിയിലേക്ക് മാറാം. ജോലി ലഭിക്കുക, വിവാഹം നടക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക, നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ചെയ്യുക, കുടുംബജീവിതം പഴയതുപോലെ സന്തോഷത്തിലേക്ക് മടങ്ങിയെത്തുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നാൽ അവർ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാൻ സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം, ഇപ്പോൾ ആ ആഗ്രഹം നടന്നില്ല എങ്കിൽ, അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത ഇപ്പോൾ കുറയുന്നതാകുന്നു. അതിനർത്ഥം 3 മാസങ്ങൾക്ക് ശേഷമോ അതിനുള്ളിലോ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കുടുംബവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബ സൗഖ്യം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. സന്താന സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം.
അതല്ല വീട് മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു വിഷമതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം വിഷമതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്താനങ്ങൾ ഉള്ളവരാണ് എങ്കിൽ അവരുടെ വിദ്യ, വിവാഹം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ സംഭവിക്കുന്നതായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കുടുംബത്തിൽ സന്തോഷം നിറയും. അതിനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാനായി തന്നെ നൽകും. അതേപോലെ തന്നെ ഉയർച്ച സംജാതമാകും എന്ന കാര്യം ഓർക്കുക. സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവസരങ്ങളാണ് ഭഗവാൻ നൽകുക. ആ അവസരം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യം കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. കാരണം ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. പരമശിവനെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ഏവരും ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ തടസ്സങ്ങൾ, ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.